തമിഴ്നാട്ടിലെ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ഒരു ചന്തയിൽ ചെന്നതിൽ എന്താ അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നൊരു വീഡിയോ ആണ് ഇത് വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ളൊരു ചന്തയാണ്. ഇപ്പം ഞാനും വൈഫും തവണ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചന്തയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചന്ത മീൻസ് ഇവർ നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളൊരു പൊതുവായ സ്ഥലത്ത് വെച്ച് വിൽക്കുന്നു. അമ്മേ ചീഞ്ഞതായിട്ട് എടുത്തിട്ട് നോക്കിയല്ലോ. ചീഞ്ഞ ക്യാരറ്റും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട്. മുള്ളങ്കി, അത് നമ്മൾ കേരളത്തിൽ ഒരുപാട് കാണാത്ത പച്ചക്കറികൾ കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ അവൈലബിൾ. ഇതാണ് ചൗ. അതുപോലെ തന്നെ അതൊക്കെ ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ആഴ്ചയിൽ മേടിച്ചേക്കുക. അപ്പോൾ ഒരുപാട് മേടിച്ചിട്ട് നമ്മൾ കാരണം ഓരോ സ്ഥലത്തെയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ ഉണ്ടാക്കി ഇവർ കൊടുന്ന് വെക്കൂടെ. അതുപോലെ തന്നെ ഇവിടെ പൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങൾ തമിഴ്നാട്ടിൽ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എടുത്താ നമ്മുടെ ഉണക്കമീനാണ്. ഉണക്കമീൻ എല്ലാ ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഉണക്കമീനൊന്നും ഉപ്പില്ല കേട്ടോ. ഉപ്പില്ലാത്ത ടൈപ്പാണ്. നമ്മൾ ഉണക്കമീനിൽ ഉപ്പിട്ടിട്ടാണ് ചെയ്യുക. ഇവിടുത്തെ ഉപ്പില്ലാതെ ഉണക്കി വറുത്തതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറി മാർക്കറ്റിലൂടെ ജസ്റ്റ് കയറി. കാരണം ഒരുവിധം ഈ ഒരു ചീരയ്ക്കൊക്കെ 10 രൂപ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ 40-30 നമുക്ക് കിട്ടുന്നുണ്ട്. ഇതവിടെ 10 രൂപ ഒരു കെട്ടിനൊക്കെ ഉള്ളൂ. വെണ്ടയ്ക്ക എല്ലാം ഫ്രഷ് സാധനം കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മേടിക്കുകയാണ്. കാരണം നമ്മൾ പറിച്ചു കൊണ്ടിരുന്ന മിക്കവാറും അവർ ഇന്ന് കാലത്ത് പറിച്ചിട്ടായിരിക്കും ഇവിടേക്ക് വരുന്നുണ്ടാവും. പിന്നെ ഉരുളൻകിഴങ്ങ് ഞാൻ ജസ്റ്റ് ഈ ഇതൊക്കെ കണ്ടേ ഭയങ്കര ഫ്രഷ്നെസ് തോന്നി. അതായത് റിയലായിട്ട് ഇവർ ഉണ്ടാക്കുന്നത് കൊണ്ടും ഏറ്റവും അടുത്തുനിന്ന് ആക്സസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് പച്ചക്കറികളുണ്ട്. അപ്പോൾ ഞങ്ങളിതിലൊക്കെ നടന്ന് കണ്ടു. കാരണം ഞാൻ മുൻപ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ബീട്രൂട്ടിൻ്റെ വലിപ്പവും ഒക്കെ നല്ല വലിപ്പമുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ പച്ചക്കറിയാണ് നിങ്ങൾ തന്നെ. ഇതിന് പീക്കങ്ങ എന്നാണ് പറയുക. ചെറിയൊരു ഗ്രാമത്തിലുള്ളതാട്ടോ. അപ്പോൾ വൈഫ് ഹൗസ് തമിഴ്നാട്ടിൽ ഉൾഗ്രാമമാണ്. വിഴുപ്പുറം ജില്ലയാണ്. തമിഴ്നാട് വിഴുപ്പുറം ജില്ലയാണ്. ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ.